ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി വീഡിയോയുമായാണ്. ഇന്ന് ഞാൻ കറിക്ക് ഒരു തേങ്ങ എടുത്തപ്പോൾ ആ തേങ്ങ നല്ലപോലെ അഴുകി ചീഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ലപോലെ അഴുകിയിട്ടുണ്ട്, നല്ല നാറ്റമുണ്ട്. എന്നാൽ ഇതുപോലത്തെ തേങ്ങ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ ഇത് കളയാറാണുള്ളത്. എന്നാൽ ഈ തേങ്ങ കളയാതെ എങ്ങനെ നല്ല യൂസ്ഫുള്ളായ രീതിയിൽ നമുക്ക് ഈ തേങ്ങ എടുക്കാം എന്ന് നോക്കാം. ഈ തേങ്ങയ്ക്ക് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഈ സ്മെല്ലൊക്കെ മാറ്റിയെടുക്കാനുള്ള 1-2 ടിപ്സും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ തേങ്ങയിലെ അഴുകിയ ഭാഗമൊക്കെ ഒന്ന് നന്നായി ഒരു സ്പൂൺ കൊണ്ട് ചുരണ്ടിയെടുക്കാം. അഴുകിയ തേങ്ങയായാലും അതുപോലെ ഒത്തിരി പൂപ്പൽ വന്ന തേങ്ങയായിരുന്നാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം. നമുക്ക് എത്രത്തോളം നല്ല വൃത്തിയായിട്ട് കഴുകാൻ പറ്റുമോ ആ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ മാത്രമേ ആ തേങ്ങയിലെ സ്മെല്ലൊക്കെ ഒരുവിധം മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ കഴുകി കേട്ടോ. 2-3 പ്രാവശ്യം കഴുകണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു മണമൊക്കെ കുറേയൊക്കെ മാറത്തുള്ളൂ. എന്നിട്ട് ഞാനത് ചിരട്ടയിൽ നിന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിത് അരച്ച് എണ്ണ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിൽ നമ്മുടെ ഈ അഴുകിയ തേങ്ങയുടെ മണം വരുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഞാൻ 1-2 ടിപ്സ് ആ മണം വരാതിരിക്കാനായിട്ട് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. അത് നല്ല യൂസ്ഫുള്ളായ നല്ല അടിപൊളി വീഡിയോ ആണ്, ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത തേങ്ങ നമ്മളിപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ അഴുകിയ തേങ്ങയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ മാത്രം സെപ്പറേറ്റ് എടുക്കുവാണ്. ആദ്യം ഞാനൊരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം രണ്ടാമത് തുണി വെച്ചിട്ട് നല്ലൊരു കോട്ടൺ തുണിയിലാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. ആദ്യം ഞാൻ പിഴിഞ്ഞെടുത്തു മാറ്റി വെച്ചു. ഇനി അതേ പാല് തന്നെ ഞാൻ കോട്ടൺ തുണിയിലാണ് രണ്ടാമത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ നമുക്ക് പാല് മാത്രം സെപ്പറേറ്റ് കിട്ടും. ഇപ്പോഴിതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നേരെ തന്നെ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതല്ലാതെ നമുക്കൊരു 3-4 മണിക്കൂർ ഈ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രീം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോഴിതാ ഞാനൊരു അടിഭാഗം നല്ല കട്ടിയുള്ള ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെച്ചിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോഴിതാ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ തേങ്ങാപ്പാലിലെ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് പൊന്തി വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ കുറുകി വരുമ്പോഴേക്കും നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോഴിതാ നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉരുക്കെണ്ണയാണ് ഉണ്ടാക്കിയെടുത്തത്. പണ്ട് കാലത്ത് കൊച്ചു കുട്ടികൾക്കൊക്കെ ശരീരത്തിൽ തേച്ച് കൊടുക്കുന്നത് ഈ ഉരുക്കെണ്ണയാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഉരുക്കെണ്ണയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത്. മുടിക്ക് നല്ല കരുത്തുള്ള കറുത്ത മുടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എണ്ണ വളരെ സഹായിക്കും. ഒരു അഴുകിയ തേങ്ങ, അതായത് ചീഞ്ഞ് നാറ്റം വന്ന തേങ്ങയിൽ നിന്നാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയെടുത്തത്. ഈ എണ്ണയ്ക്ക് ഒരു ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഉരുക്കെണ്ണയുടെ മണം മാത്രമാണ്. ഇപ്പോൾ ഈ എണ്ണയ്ക്ക് അല്ലാതെ ഈ അഴുകിയ മണം ഉണ്ടോ എന്ന് നമ്മൾ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നല്ല ഉരുക്കെണ്ണയുടെ മണമാണ് ഈ എണ്ണയ്ക്കുള്ളത്.
ഇപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ഈ കൊത്തുണ്ടല്ലോ, ഈ കൊത്തൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെയാണ് നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതുവരെ ഒന്നുകൂടി നമുക്ക് നിന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്കും ചെറിയ ഫ്ലെയിമിലിട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോഴിതാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ എണ്ണ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയൊരു മണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഒരു അല്പം ഉലുവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ ഉലുവയുടെ മണമൊക്കെ നമ്മുടെ എണ്ണയിൽ വീണിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂപ്പർ മണമാണ് നമ്മുടെ ഉരുക്കെണ്ണയ്ക്ക് ഉള്ളത്. അപ്പോൾ നേരത്തെ ആ സ്മെല്ലൊക്കെ ഒട്ടുമില്ല, അടിപൊളി എണ്ണ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ വയ്ക്കാനുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാനൊരു വെള്ള കോട്ടൺ തുണി, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചിയെടുത്ത എണ്ണ അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മളുടെ ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ട ഉരുക്കെണ്ണ സൂപ്പറായി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഈ എണ്ണ തലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ മുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ബലത്തോടെ വളരാൻ സഹായിക്കും. നല്ല കരുത്തുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറും. അപ്പോൾ ഇത് അടിപൊളി എണ്ണയാണ് കേട്ടോ. ഈ എണ്ണയിൽ ചേർത്തിട്ടുള്ള ഉലുവയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ എണ്ണ, ഈ ഉരുക്കെണ്ണ നമ്മുടെ മുടിക്കും നമ്മുടെ തലയൊട്ടിക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. നല്ല മുടി കൊഴിച്ചിലുള്ളവർക്കും ഡ്രൈ ഹെയർ ഉള്ളവർക്കും ഇത് തേച്ചാൽ മുടി കൊഴിച്ചിൽ മാറി നല്ല കരുത്തുള്ള മുടി വേഗത്തിൽ വളരും. ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ആ ഹെയറൊക്കെ മാറി നല്ല മിനുസമുള്ള അടിപൊളി ഹെയർ കിട്ടും. അതുപോലെ മുടിക്ക് ഒട്ടും നീളമില്ലാത്തവർക്കൊക്കെ അടിപൊളി എണ്ണയാണിത്. അപ്പോൾ നല്ല മുടി പെട്ടെന്ന് വളരാൻ ഈ ഒരു എണ്ണ സഹായിക്കും. നമുക്കൊരു ഒറ്റ തേങ്ങയിൽ നിന്നാണ് ഇത്ര എണ്ണ കിട്ടിയത്. അതും അഴുകിയ തേങ്ങയിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. എന്നാൽ കൂടുതൽ അഴുകിയ തേങ്ങയോ അല്ലെങ്കിൽ പൂപ്പൽ വന്ന തേങ്ങയോ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരും തന്നെ ഇനി അഴുകിയ തേങ്ങയെന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുത്ത് കളയേണ്ടതില്ല. നമുക്ക് ഉപകാരപ്രദമായ അടിപൊളിയായിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.